കാലിക പ്രാധാന്യമുള്ള ചില വിഷയങ്ങളിലൂടെ ഈ സമ്മേളനങ്ങളെ നമുക്ക് നയിക്കാതിരിക്കാനായിട്ട് കഴിയുകയില്ല. അത്ര ഭീകരമായിരിക്കുന്ന രൗദ്രമായിരിക്കുന്ന നിലപാടുകൾ നമ്മുടെ സാമൂഹികമായ അന്തരീക്ഷത്തെ മലീമസമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ നേർസാക്ഷികളാണ് നമ്മൾ. ഈ കാലഘട്ടങ്ങൾ എല്ലാ രാഷ്ട്രീയ മത സാമുദായിക സംഘടനകളെല്ലാം ഒരുപോലെ തന്നെ ശക്തമായി പ്രതിരോധിച്ച് നിലനിർത്താനായിട്ട് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുതയാണ് ലഹരി. നമ്മളെ സംബന്ധിച്ച് ഭീകരമായിരിക്കുന്ന വാർത്തകളാണ് എല്ലാ ദിവസവും നമ്മുടെ ചുറ്റുപാടുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തെക്കുറിച്ച് പറഞ്ഞാൽ അതിനെ നമ്മൾ വർണ്ണിക്കുന്നത് സാംസ്കാരിക സമ്പന്നതയുടെ വിളനിലമെന്നാണ്. 18-19 നൂറ്റാണ്ടുകളിൽ ആർജിച്ചെടുത്ത വിദ്യാഭ്യാസത്തിന്റെ മേഖലകളിലൂടെ സഞ്ചരിച്ചു വരുന്ന ബൗദ്ധികരായിരിക്കുന്ന ജനങ്ങളുടെ ആവാസ മേഖല. ഇവിടെ മതേതരത്വം നിലകൊള്ളുന്നു, ഇവിടെ സാഹോദര്യം നിലകൊള്ളുന്നു, ഇവിടെ സമത്വം നിലകൊള്ളുന്നു, ഇവിടെ സോഷ്യലിസം നിലകൊള്ളുന്നു. എല്ലാ രീതികളിലും ഒരു സമൂഹത്തിൽ ജീവിക്കാൻ കഴിയുന്ന പൗരന് ഏറ്റവും ശാന്തമായ സുന്ദരമായിരിക്കുന്ന നിലപാടുകളെ മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിലാണ് കേരളത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് സാംസ്കാരിക സമ്പന്നതയുടെ വിളനിലമെന്നാണ്. മറ്റൊരു ട്രേഡ് മാർക്ക് അതിന് നൽകിയിരിക്കുന്നത് ദൈവങ്ങളുടെ സ്വന്തം നാടെന്നാണ്. അത് ദൈവങ്ങളുടെ എണ്ണവർദ്ധനമുള്ളത് കൊണ്ടല്ല. ഒരുപാട് ദൈവങ്ങൾ, ഒരുപാട് മതങ്ങൾ, ഒരുപാട് ഇസങ്ങൾ, ഒരുപാട് വിശ്വാസ പ്രമാണങ്ങൾ നമ്മുടെ നാട്ടിൽ ഉള്ളത് കൊണ്ടല്ല ഇത് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്നത്. അവിടെയും നമ്മൾ പുലർത്തുന്ന ആ മതേതരത്വത്തിന്റെ കാഴ്ചപ്പാടുകളുണ്ട്. കമനീയമായിരിക്കുന്ന രമണീയമായിരിക്കുന്ന പ്രകൃതി ഭംഗികളെ അതിനകത്ത് ഉൾക്കൊള്ളുന്നുണ്ട്. നമ്മുടെ സാമുദായികമായിരിക്കുന്ന നിലപാടുകളെ അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും കേരളം പോലെയുള്ള സമൃദ്ധമായിരിക്കുന്ന സാംസ്കാരികതകൾ നിലകൊള്ളുന്ന ഒരു നാട്ടിൽ അതിന്റെ പൗരത്വം പങ്കുവെക്കാൻ കഴിയുന്ന നമ്മളും ജീവിതത്തിൽ ഭാഗ്യവാന്മാരാണ്. എന്നാൽ കഴിഞ്ഞ ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള 5 വർഷങ്ങൾക്ക് മുമ്പുള്ള സ്ഥിതിയല്ല ഇന്ന് കേരളത്തിൽ നിലകൊള്ളുന്നതെന്ന് അറിയണം. ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ നമ്മൾക്ക് മുമ്പിലേക്ക് കൊണ്ടുവരുന്ന വാർത്തകൾ എത്രയോ ഞെട്ടിക്കുന്നതാണ്. അതിന്റെയൊക്കെ പിന്നിലെ ചേതോവികാരം എന്ന് പറയുന്നത് ഒടുവിൽ ചെന്നെത്തുന്നത് ലഹരിയുടെ ഒരു നീരാളിപ്പിടുത്തം നമ്മുടെ നാട്ടിൽ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു ചെറിയ മനുഷ്യന്റെ ആ മാസ്മരികതകൾക്ക് അളവ് കൂട്ടുന്ന പോയ കാലഘട്ടത്തിന്റെ ലഹരി ഉപയോഗങ്ങളൊന്നും അല്ല ഈ വർത്തമാന കാലഘട്ടത്തിന്റെ വേദന എന്ന് പറയുന്നത്. രാസലഹരികളടക്കമുള്ള MDMA അടക്കമുള്ള മറ്റു ചില പദാർത്ഥങ്ങൾ എന്താണ് ഓരോരുത്തർ അവരുടെ മാസ്മരികതകൾക്ക് വേണ്ടി കണ്ടെത്തുന്ന പുത്തൻ നൂതനങ്ങളായിരിക്കുന്ന സാങ്കേതികൾ അവർ അതിൽ വികസിപ്പിച്ചെടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വേദനകൾ. അറിവിന്റെ പൊരുൾ തേടി നമ്മളെത്തുന്ന കലാലയങ്ങൾ ലഹരിയുടെ മാസ്മരികതയിൽ മുടുകി നിൽക്കുകയാണ്. അവിടെയാണ് ആയുധങ്ങളുടെ സ്വീകാരങ്ങൾ ഉയരുന്നത്. അവിടെയാണ് പ്രത്യയശാസ്ത്രത്തിന്റെ വിസ്ഫോടനങ്ങൾ സംഭവിക്കുന്നത്. അറിവ് തേടിയെത്തുന്നവൻ അറിവില്ലാതെ മാറുന്നു എന്ന് മാത്രമല്ല, അവൻ അജ്ഞതയുടെ ആഴക്കയങ്ങളിലേക്ക് ആണ്ടുപോവുക കൂടെ ചെയ്യുകയാണ്. അവിടെ സഹപാഠിയെ സതീർത്ഥനായി കാണാൻ കഴിയാത്ത ഒരു വേദനകൾ അവന് സമ്മാനിക്കുന്നു. അവിടെ പോരാട്ടത്തിന്റെ കച്ചമുറുക്കുന്നു. ആയുധത്തിന്റെ ശീൽക്കാര ശബ്ദങ്ങൾ അന്യന്റെ രക്തം വീണ് കുതിരുന്ന മണ്ണായി ശാപഗ്രസ്തമായി നമ്മുടെ നാട് മലീവസമായി കൊണ്ടിരിക്കുന്നു എന്ന ദുഃഖകരമായ ഒരു സത്യമുണ്ട്. ഓരോ കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ വിദ്യാലയങ്ങളിലാവട്ടെ, കുടുംബങ്ങളിലാകട്ടെ, സാമൂഹിക അന്തരീക്ഷങ്ങളിലാവട്ടെ, രാഷ്ട്രീയ മേഖലകളിലാകട്ടെ അരങ്ങേറുന്ന വസ്തുതകളെ അക്കമിട്ട് നിരത്തിയാൽ ഒരു പുരോഗമന സമൂഹത്തിന് മുമ്പിൽ നിന്ന് നമുക്ക് വിളിച്ചു പറയാൻ കഴിയാത്ത അറപ്പുളവാക്കുന്ന സംഭവ വികാസങ്ങളാണ് നമ്മുടെ ചുറ്റുപാടുകളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ദുഃഖ സത്യത്തെ ഞാൻ വിസ്മരിക്കുന്നില്ല. അതുകൊണ്ട് ഒരു പുനർവായനയ്ക്ക് വീണ്ടും ഞാൻ തയ്യാറാകുന്നില്ല. മറ്റുള്ളവർക്ക് മുമ്പിൽ കുട്ടികൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയാത്ത ഏറ്റവും തകർച്ചയുള്ള ഇല്ലെങ്കിൽ ഏറ്റവും അപമാനകരമായ ഒട്ടനവധിയായ സംഭവങ്ങൾ നമ്മുടെ നാടുകളിൽ നടക്കുമ്പോൾ വീണ്ടും അതിനെ മയക്കി വെച്ച് ഒരു പുനർവായനയ്ക്ക് തയ്യാറാകുക എന്ന് പറഞ്ഞാൽ അത് ഈ വളർന്നു വരുന്ന കുരുന്നുകളോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും ദോഷകരമായ പ്രവൃത്തിയാണ്. ഇത് ഒരു മതപരിവർത്തനത്തിന്റെ സാധ്യതകളെ ഉപയോഗിക്കാൻ വേണ്ടി ഞങ്ങൾ നിലകൊള്ളുകയല്ല. പകരം സാമൂഹിക മനസാക്ഷിയുടെ കണ്ണൊന്ന് തുറക്കാൻ, നമ്മൾ കടന്നു പോകുന്ന പ്രതലങ്ങളിൽ അന്ധകാര നിബിഡമാണ് എന്ന് നമ്മുടെ ചുറ്റുപാടുകളൊന്നറിയാൻ, നമ്മൾ ഇവിടെയെങ്കിലും ഒന്ന് ചവിട്ടി നിൽക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ മുന്നോട്ടുള്ള നമ്മുടെ പ്രതലങ്ങളിൽ വലിയ നാശഗർത്തങ്ങളാണ് എന്നുള്ള തിരിച്ചറിവ് സമൂഹ മനസാക്ഷിയിലേക്ക് ഒരിക്കൽ കൂടെ ഒന്ന് എഴുതി ചേർക്കുക എന്ന കാലത്തിന്റെ മഹാദൗത്യത്തെ ഇടനെഞ്ചിലേക്ക് വിളിക്കുന്നവർ എന്ന നിലയിലാണ് ഞങ്ങളുടെ സാമൂഹ്യ സേവനത്തിന്റെ, സാമൂഹിക സ്നേഹത്തിന്റെ, ജനകീയ സ്നേഹത്തിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ലഹരിക്കെതിരെയുള്ള പോരാട്ടങ്ങൾ നടത്തുന്നത്. ഇനി ലഹരിക്കെതിരെയുള്ള ഞങ്ങളുടെ പോരാട്ട മേഖലകളുടെ കാലപരിധികൾ 1-2 വർഷം മുമ്പല്ല, ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ്
ഈ തെരുക്കോണുകളിൽ, ജനവാസ കേന്ദ്രങ്ങളിൽ, ഗ്രാമങ്ങളിലൊക്കെ ലഹരിക്കെതിരെ സധൈര്യം നിന്ന് പോരാടിയ ഒരു പൂർവികന്മാരുടെ പിന്മുറകളാണ് ഇന്ന് ഞങ്ങളുടെ ശബ്ദങ്ങൾ നിലയ്ക്കുന്നില്ല. ഈ കാലഘട്ടങ്ങളോടൊക്കെ സന്ധിയില്ലാ സമരങ്ങൾ പ്രഖ്യാപിച്ച് ലഹരി മനുഷ്യന്റെ സമൂഹത്തിന്റെ ഇടയിൽ വിതയ്ക്കാൻ സാധ്യതയുള്ള ദുരന്ത വിത്തുകളെ അന്നേ മുന്നിൽ കണ്ടുകൊണ്ട് അതിനെ പേരോടെ വിഴുതറിയണമെന്ന് ഞങ്ങൾ വളരെ ശക്തിയോടെ ഈ സമൂഹത്തോട് ആഹ്വാനം ചെയ്തവരാണ്. അട്ടി ഓടിക്കപ്പെട്ട ഇടങ്ങളിലേക്ക് വീണ്ടും വീണ്ടും വലിയ ആർജവ ശക്തികളായി ഞങ്ങൾ വന്ന് ആ പോരാട്ടത്തിന്റെ തേരുകൾ ഉരുണ്ട് മുന്നോട്ട് നീങ്ങാൻ വേണ്ടി ഞങ്ങൾ അതിനെ കരുത്തു പകർന്നതിന്റെ കാരണം ഈ സമൂഹത്തോടുള്ള സ്നേഹത്തിന്റെ പരിണിതിയായിട്ടാണ്. ഒന്നുകൂടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒന്ന് ചിന്തിക്കണം എന്നൊരിക്കൽ കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ് നമ്മുടെ ഈ നാടിന് ലഹരിയിൽ നിന്ന് പിന്നോട്ട് നടക്കാൻ നമ്മൾക്ക് നൽകുന്ന ചേതോവികാരം, ഇല്ലെങ്കിൽ ശക്തി സ്രോതസ് ഏതാണെന്ന് നമ്മളൊന്ന് തിരിച്ചറിയണം. ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ ഗവൺമെന്റുകൾ ലഹരിക്കെതിരെ ശക്തമായിരിക്കുന്ന പോരാട്ടം ആരംഭിച്ചിരിക്കുന്നു, നമ്മൾ കാണുകയാണ്. അതിനെയൊക്കെ ഞങ്ങൾ വലിയ മുഖവിലക്കെടുക്കുന്നില്ല. കാരണം ഗവൺമെന്റുകൾ എന്നും അവരുടെ സാമ്പത്തിക സ്രോതസ്സുകളായി ഉപയോഗിക്കുന്നത് ഇവിടെ ഈ ലഹരി പോലെയുള്ള വസ്തുക്കൾ തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ വേട്ടമൃഗത്തോടൊപ്പം ഓടുകയും വേട്ടപ്പട്ടിയോടൊപ്പം ഓടിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് നയങ്ങളാണ് മാറി മാറി വന്ന മുന്നണികളൊക്കെ കേരളത്തിന്റെ മണ്ണിൽ കാഴ്ചവെച്ചിട്ടുള്ളത് എന്ന് ഈ വർത്തമാന കാലഘട്ടത്തിന്റെ ബൗദ്ധികതയിൽ നിന്ന് ചിന്തിക്കുന്ന നമ്മൾക്കൊക്കെ ഗ്രഹിക്കാനായിട്ട് കഴിയുന്നതാണ്. ഇവിടെ ബ്രൂവറി പോലെയുള്ള പുത്തൻ മദ്യനയ സംസ്കാരങ്ങൾ ഈ നാട്ടിൽ ആരംഭിക്കാനായിട്ട് രാഷ്ട്രീയപരമായ നിലപാടുകൾ എടുത്തിരിക്കുന്നവർ തന്നെ ലഹരിക്ക് വിരുദ്ധമാണ് ഞങ്ങളെന്ന് പറഞ്ഞാൽ ആ പൊള്ളത്തരത്തെ ഞങ്ങൾക്ക് നെഞ്ചേറ്റാനായിട്ട് കഴിയത്തില്ല, ഇല്ലെങ്കിൽ അതിനെ വിശ്വസിക്കാനായിട്ട് ഞങ്ങൾക്ക് കഴിയത്തില്ല. ഞങ്ങളെന്നാൽ അങ്ങനെയല്ല. ഞങ്ങൾ ലഹരിക്കെതിരെ അതിശക്തമായ പോരാട്ടത്തിന്റെ തേർതെളിക്കുന്നു. മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഞങ്ങളുടെ ഒരു സമരം മുറയല്ലിത്, ഞങ്ങളുടെ ഒരു മുദ്രാവാക്യമല്ലിത്. നൂറ്റാണ്ടുകൾ നീളുന്ന വിപ്ലവത്തിന്റെ പോരാട്ട ഭൂമികയിലൂടെയാണ് ഞങ്ങൾ കടന്നു വരുന്നത്. അത് ഈ നാട് എന്നും നന്മ മാത്രം നൽകുന്ന ഒരു വിളഭൂമിയായി മാറണം എന്നുള്ള സതുദ്ദേശത്തോടു കൂടെയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്താണ് ലഹരി വിമുക്തമായ ഒരു നാടിനെ സൃഷ്ടിച്ചെടുക്കാൻ നമ്മൾക്ക് കഴിയുന്നത് എന്നുള്ള ചിന്തകളാണ് വിശുദ്ധ വേദപുസ്തകത്തെ അപഗ്രഥിച്ചുകൊണ്ട് ഞങ്ങൾ പൊതുജന സമക്ഷം അവതരിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ലഹരി അത് നമ്മുടെ സ്ഥിരകളെ ത്രസിപ്പിക്കുകയാണ്. അറിവിന്റെ പൊരുൾ തേടി എത്തിയവൻ പോലും അജ്ഞതയുടെ ആഴക്കയങ്ങളിലേക്ക് ആണ്ടുപോകുന്ന ഒരു ദയനീയമായ സ്ഥിതി നമ്മുടെ കേരളത്തിലുണ്ട്. വിദ്യാർത്ഥികളെ, വിദ്യാലയങ്ങളെ, യൗവനക്കാരെ നമ്മൾക്കിന്ന് വിശ്വസിക്കാൻ കഴിയുന്നതിനൊക്കെ അപ്പുറത്തേക്ക് അവരുടെ മസ്തിഷ്കങ്ങൾ കടന്നൽക്കൂടുകളെക്കാൾ ആക്രമണ ശക്തിയുള്ളതായി മാറിയിരിക്കുന്നു എന്നുള്ള ദുരന്തങ്ങൾക്ക് മുമ്പിൽ നാട് പകച്ചു നിൽക്കുമ്പോൾ, പ്രതിവിധികളില്ലാതെ ഇവിടുത്തെ സംവിധാനങ്ങൾ നെട്ടോട്ടമോടുമ്പോൾ ഞങ്ങൾ എന്ന് ഉയർത്തിയ ഒരൊറ്റ മാർഗം, ഒരൊറ്റ സന്ദേശം, ഒരൊറ്റ ആശയം, അത് ഞങ്ങൾ മാറി വരുന്ന കാലഘട്ടത്തിനനുസരിച്ച് അതിനെ പരിഷ്കരിക്കുകയല്ല ചെയ്തത്. ആ ഒരൊറ്റ പ്രത്യയശാസ്ത്ര നിലപാടുകളുമായിട്ടാണ് എന്നും ഇനി മുന്നോട്ടുള്ള കാലഘട്ടങ്ങളിലേക്കും ലഹരിക്ക് എതിരെ പോരാടാൻ ഞങ്ങൾ ഉപയോഗിക്കുന്ന യുദ്ധതന്ത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിയമ സംവിധാനങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, നിയമപാലകരില്ലാഞ്ഞിട്ടല്ല, അറിവ് പകർന്നു കൊടുക്കാൻ അധ്യാപകരില്ലാഞ്ഞിട്ടല്ല, എന്തെങ്കിലും മാധ്യമങ്ങളോ മാർഗങ്ങളോ നമുക്കിവിടെ ഇല്ലാഞ്ഞിട്ടല്ല. എന്നാൽ ഇതെല്ലാം ഇരുളടഞ്ഞു പോകുമ്പോൾ ഞാനൊരു സന്ദേശത്തിന്റെ ആ കാതൽ ഭാഗത്തെ കൂടെ അവതരിപ്പിച്ച് ഇവിടെ നിർത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്താണ് പോംവഴി? ഞങ്ങൾ ആർജിച്ചെടുത്താൽ ഞങ്ങൾ അനുഭവത്തിന്റെ തികവിൽ നിന്നുകൊണ്ട് ഈ സമൂഹ മനസ്സാക്ഷിയോട് ഞങ്ങൾ ആത്മാർത്ഥതയോടെ വിളിച്ചു പറയുകയാണ്, മറ്റൊരുത്തനിലും രക്ഷയില്ല. ഞങ്ങൾ ഈ സുവിശേഷത്തിന്റെ കാതൽ ബിന്ദുവായി, കാതൽ ശക്തിയായി പൊതുജന സമക്ഷം അവതരിപ്പിക്കുന്ന ലഹരി വിരുദ്ധ പോരാട്ടത്തിന്റെ നമ്മൾക്ക് തിരിഞ്ഞു നടക്കാൻ കഴിയുന്ന ഒരു അദൃശ്യമായ ശക്തി സ്രോതസ്സിനെ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ പൊതുജന സമക്ഷം അവതരിപ്പിച്ച് വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ചൈതന്യത്തിൽ നിലനിന്നുകൊണ്ട് ഒരിക്കൽ കൂടെ ഞങ്ങളുടെ സ്ഥിരകളെ ത്രസിപ്പിക്കുന്ന ആ ആവേശോജ്വലമായ ചിന്തകളെ ഞങ്ങൾ ഇങ്ങനെ അവതരിപ്പിക്കുകയാണ്. മറ്റൊരുത്തനും രക്ഷയില്ല. ആരാണൊരുവൻ? വിശുദ്ധ വേദപുസ്തകം പറയുന്നു, മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല. ആരാണ് ആ ഒരുവൻ? ലോകം തിരഞ്ഞവൻ, ലോകം അംഗീകരിക്കേണ്ടവൻ, മറ്റാർക്കും ചെയ്തു തരാൻ കഴിയാത്തത് നമുക്ക് വേണ്ടി ചെയ്യുന്നവൻ. ഏതെങ്കിലും അമ്മൂമ്മ കഥയിലെ ഒരു കഥാപാത്രത്തെ പരിചയപ്പെടുത്താനല്ല ഞങ്ങൾ ഈ ത്യാഗത്തിന്റെ പദയാത്ര നടത്തി ഇവിടെ എത്തിയിരിക്കുന്നത്. പകരം
ലോകത്തിന്റെ വീണ്ടെടുപ്പുകാരനായ, ലോകത്തിന്റെ രക്ഷിതാവായ മാനവജനതയുടെ പാപത്തിന്റെ പരിഹാരാർത്ഥം സ്വർഗമഹിമകളെ വിട്ട് താണമണ്ണിലേക്ക് ഇറങ്ങി വന്ന് തന്റെ ശിരാധമനികളിലൂടെ കുതിച്ചൊഴുകിയ അവസാന തുള്ളി രക്തം വരെ മാനവജനതയുടെ പാപത്തിന്റെ പരിഹാരാർത്ഥം ഊറ്റി നൽകിയ കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ ഈ ലോകം കടന്നു പോകുന്ന അന്ധകാരത്തെ ദീപ്തമാക്കാൻ മറ്റൊരാൾക്കും കഴിയാത്തത് കൊണ്ട് കാലം നമുക്ക് മുമ്പിൽ തെളിയിച്ച ആ ചരിത്ര സത്യത്തെ, ആ അനുഭവത്തിന്റെ തികവിനെ ഒരിക്കൽ കൂടെ ഞങ്ങൾ ഇടമഞ്ഞിൽ പേറുന്ന ആ ക്രിസ്തു വിശ്വാസത്തിന്റെ ചൈതന്യത്തെ അഭിമാന പുരസ്സരം അവതരിപ്പിച്ച് ഒരിക്കൽ കൂടെ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു, മറ്റൊരുത്തനും രക്ഷയില്ല. കലാ, സാമൂഹ്യം, സാംസ്കാരികം, രാഷ്ട്രീയം വിവിധങ്ങളായ മേഖലകൾ കൊണ്ട് ഈ മണ്ണിനെ പ്രസിദ്ധിച്ചവർ, ഇതിനെ വിസ്മയം കൊള്ളിച്ചവർ, ആയിരങ്ങൾ കൊണ്ട് അടരാടിയവർ, കല കൊണ്ട് കനപ്പെട്ട സംഭാവനകൾ നൽകിയവർ എല്ലാവരും ഈ മണ്ണിൽ കനത്ത പരാജയത്തിന്റെ പടുകുഴിയായി മാറിയപ്പോൾ പ്രവൃത്തികൾ കൊണ്ട്, നന്മകൾ കൊണ്ട്, ചെയ്തികൾ കൊണ്ട് ഇവിടെ പരിപൂർണമായ വിജയത്തിന്റെ തിലകക്കൊടി മാറിച്ച ഞങ്ങൾ ഉയർത്തുന്ന കർത്താവായ യേശുക്രിസ്തുവനല്ലാതെ മറ്റൊരാൾക്ക് ഈ നാടിനെ നന്മയിലേക്ക് നയിക്കാനായിട്ട് കഴിയത്തില്ല എന്ന് ഞങ്ങളുടെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് തെളിവ് നൽകുന്നത് കൊണ്ട് അഭിമാനത്തോടെ ഒരിക്കൽ കൂടെ ആ ക്രിസ്തു സന്ദേശത്തെ ഈ നാടിനെ ഉണർത്തിക്കൊണ്ട് ഞങ്ങൾ പറയുന്നു, മറ്റൊരുത്തനും രക്ഷയില്ല. എന്താണ് അവന്റെ പ്രത്യേകത? 2 സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് അങ്ങകലെ പാലസ്തീനായി, ഞാൻ പറയുന്ന ലോക ചരിത്രത്തിന്റെ കോണുകളിൽ, ചരിത്രത്തിന്റെ എവിടെങ്കിലും പരതി തപ്പി പരാജയപ്പെട്ടു പോകുന്ന യുദ്ധങ്ങളല്ല, അങ്ങ് പാലസ്തീനായി മാനവജനതയുടെ പാപത്തിന്റെ പരിഹാരാർത്ഥം 2 സഹസ്രാബ്ദങ്ങൾക്കപ്പുറം ക്രിസ്തു പിറവിയെടുത്തു. ആ ക്രിസ്തുവിനെ കുറിച്ച് അറിയാത്തൊരു മനുഷ്യൻ ഉലകത്തിലില്ല. കാരണം കാലത്തെ AD എന്നും BC എന്നും രണ്ടായി തിരിക്കാൻ എനിക്ക് യേശുവിന്റെ ആ ചൈതന്യത്തെ പറഞ്ഞവതരിപ്പിക്കാൻ സമകാലികങ്ങളായിരിക്കുന്ന ചരിത്രത്താളുകളിൽ ആയിരക്കണക്കിന് തെളിവുകൾ നമുക്ക് മുമ്പിൽ ജീവിക്കുന്ന സ്പന്ദനങ്ങളായി നിലകൊള്ളുമ്പോൾ എല്ലാ ഇടങ്ങളിലേക്കൊന്നും ഈ വാക്കുകൾ കൊണ്ട് കടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ചരിത്രത്തിന്റെ പഠിതാക്കൾ എന്ന നിലയിൽ ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഈ കാലഘട്ടത്തെ AD എന്നും BC എന്നും രണ്ടായി തിരിക്കാൻ ഇവിടുത്തെ ശാസ്ത്ര സമൂഹം ഒട്ടനവധിയായ പേരുകൾ തെരഞ്ഞു. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കലാപരമായി, സാഹിത്യപരമായി, യുദ്ധപരമായി, മറ്റ് നൈസർഗികമായ കഴിവുകൾ കൊണ്ട്, സാംസ്കാരികപരമായി, രാഷ്ട്രീയപരമായി, ബൗദ്ധികപരമായി പല മേഖലകളിൽ കനപ്പെട്ട സംഭാവനകൾ നൽകിയ ഒരുപാട് മഹാരഥന്മാരുടെ പേരുകളിൽ അവർ പരതിയപ്പോൾ, എവിടെയൊക്കെയോ ചേർത്ത് വെക്കാൻ കഴിയാത്ത പരാജയങ്ങളുടെ നിടനാട്ടങ്ങൾ കണ്ടപ്പോൾ അവരൊരുപോലെ ചെന്നെത്തിയ ഒരു പേരുണ്ട്. അത് വേറെ ആരുടെയും പേരല്ല, ലോകരക്ഷിതാവായ കർത്താവായ യേശുക്രിസ്തുവിന്റെ പേര്. അതുകൊണ്ടാണ് ചരിത്ര പഠിതാക്കളായ നമുക്കറിയാം, ബിഫോർ ദി ക്രൈസ്റ്റ്, ക്രിസ്തുവിന് മുമ്പ് ഒരു കാലഘട്ടം. ഞാൻ പറയട്ടെ, നമ്മുടെ നാട്ടിൽ മറ്റ് പേരുകളില്ലാഞ്ഞിട്ടാണ്, പക്ഷെ ഒരൊറ്റ നാമമേ തെരഞ്ഞെടുത്തുള്ളൂ. അദ്ദേഹത്തിന്റെ പേരാണ് ക്രൈസ്റ്റ്. ബിഫോർ ദി ക്രൈസ്റ്റ്, ക്രിസ്തുവിന് മുമ്പൊരു കാലഘട്ടം. വിശ്വവിഖ്യാതനായിരിക്കുന്ന എഴുത്തുകാരൻ ഇടമറുക് പറഞ്ഞു, ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നിട്ടില്ല. ഞങ്ങൾ കൃഷ്ണന്റെ കാര്യം പറയുന്നില്ല, കാരണം അത് ഞങ്ങളുടെ മതചിന്തകളല്ലല്ലോ. പക്ഷേ ഇടമറുകിനോട് ഞങ്ങൾ വളരെ സ്നേഹത്തിന്റെ ഭാഷയിൽ പറയുന്നു, ക്രിസ്തു ജീവിച്ചിരുന്നു. കാരണം ക്രിസ്തു ജീവിച്ചിരുന്നു എന്ന് വർത്തമാന കാലഘട്ടത്തിന്റെ ചലിക്കുന്ന എത്രയോ ദീപ്തമായ തെളിവുകൾ ഞങ്ങൾക്ക് നിരത്താനായിട്ടുണ്ട്. അതിലൊന്നു മാത്രമാണ് ഞാൻ പറഞ്ഞത്, BC, ബിഫോർ ദി ക്രൈസ്റ്റ്, ക്രിസ്തുവിന് മുമ്പ് ഒരു കാലഘട്ടം. അങ്ങനെ ഒരു കാലഘട്ടം ഇവിടെ ഉണ്ടെങ്കിൽ ആ ക്രിസ്തു അല്ലാതെ ഈ ലോകത്തിന് വീണ്ടെടുപ്പുകാരനായി മറ്റൊരാളെ ഈ ലോകത്തിന്റെ നെറുകയിലേക്ക് പിറവിയെടുത്തിട്ടില്ല. ജനനം കൊണ്ടും മരണം കൊണ്ട്, ജീവിതം കൊണ്ട്, പുനരുത്ഥാനം കൊണ്ട് എന്നും മറ്റിതര ദൈവസങ്കല്പങ്ങളെക്കാൾ ഈ മനുഷ്യ മനസാക്ഷിയിലേക്ക് ദൈവികതയുടെ പ്രസരണ ശക്തിയായി നിലകൊള്ളുന്ന ആ ക്രിസ്തുവിന് മാത്രമേ കാലഘട്ടം കടന്നു പോകുന്ന പ്രതിസന്ധികളിൽ നിന്ന് നന്മയുടെ പിന്നാമ്പുറങ്ങളിലേക്ക് അവരെ നയിക്കാൻ കഴിയുകയുള്ളൂ എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ട് സമയത്തിന്റെ പരിമിതികൾ, ദൗർലഭ്യങ്ങൾ, ഞാൻ എന്റെ ചിന്തകൾ ഇവിടെ പര്യവസാനിപ്പിക്കുന്നു. ഒരിക്കൽ കൂടെ ആ തിരുവചനത്തിന് വേറിട്ട ചിന്തകളെ ഞാൻ അവതരിപ്പിക്കുന്നു. കടന്നു പോകുന്ന കാലഘട്ടത്തിന്റെ മുഖച്ഛായ മാറ്റാൻ നാടെങ്ങും നന്മ തുറന്ന സുവിശേഷത്തിന്റെ ആ കാതൽ ശക്തിക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തിന്റെ വചനത്തെ ഒരിക്കൽ കൂടി അടിമറയിട്ട് പറഞ്ഞ് അവതരിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. മറ്റൊരുത്തനും രക്ഷയില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏതെല്ലാം ഇടങ്ങൾ പോംവഴിക്ക് വേണ്ടി നിങ്ങൾ തിരഞ്ഞാലും
അതെല്ലാം പലയിടങ്ങളിൽ ചെന്ന് അസ്തമിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയാതെ പ്രതിബന്ധങ്ങൾ തീർത്ത് നിലകൊള്ളുമ്പോൾ അനുസ്യൂതമായ നന്മയിലേക്ക് തുറന്നു കിടക്കുന്ന ആ വിശാലവും വിസ്തൃതമായിരിക്കുന്ന ആ പാതകളെ ഒരിക്കൽ കൂടി അവതരിപ്പിച്ച് ഞങ്ങൾ പറയട്ടെ, മറ്റൊരുത്തലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല.